ചൂരൽമല മുണ്ടക്കൈ ഭാഗങ്ങളിൽ ദുരന്തബാധിത മേഖലകളിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് പുരോഗമിക്കുന്നു. വാർഡ് മെമ്പർ, സിവിൽ എഞ്ചിനീയർ, ജിയോളജിസ്റ്റ്, ഹെൽത്ത് ഇൻസ്പെക്ടർ, ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥൻ, ആശാ വർക്കർ എന്നിവരടങ്ങുന്ന സംഘമാണ് പരിശോധന നടത്തുന്നത്. മുണ്ടക്കൈ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ രക്ഷാദൗത്യം ഏകദേശം പൂർണ്ണമായി തന്നെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഈ ഭാഗങ്ങളിൽ ഇതിൻ്റെ നാശനഷ്ടങ്ങളൊക്കെയും തന്നെ കണക്കെടുപ്പാണ്. അതിൻ്റെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയിട്ടുണ്ട്. ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ, എഞ്ചിനീയർമാർ, ആശാ വർക്കർ, അതുപോലെ തന്നെ ഹെൽത്ത് ഇൻസ്പെക്ടറൊക്കെയും തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെയും തന്നെ ഈ ഒരു നാശനഷ്ടത്തിൻ്റെ ഭാഗമായി കണക്കെടുപ്പിനായി എത്തിയിരിക്കുന്നത്. മാം, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കണക്കെടുപ്പും കാര്യങ്ങളൊക്കെ? നമുക്ക് വിഷ്വലായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കണക്കെടുപ്പ് മാത്രമാണ് നടത്തുന്നത്. നമ്മൾ ജിയോളജി അല്ലെങ്കിൽ ഹൈഡ്രോളജി വിഭാഗക്കാർ, അതുപോലെ LSGDയിൽ നിന്ന് വാർഡ് മെമ്പർ, അതുപോലെ സിവിൽ എഞ്ചിനീയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ, ലാൻഡ് റവന്യൂ വകുപ്പിലെ ആൾക്കാർ എല്ലാവരും കൂടിയിട്ടാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ മേഖലകളായിട്ടാണോ തിരിക്കുന്നത്? എന്തോ എങ്ങനെയാണിത്? മേഖലകളായി തിരിച്ചിട്ടാണോ? ഇത്ര മുതൽ ഇത്ര വീട് വരെ നമുക്ക് ഓരോരുത്തർക്ക് എണ്ണി തരികയും അതിലേതൊക്കെയാണ് നമുക്ക് കഴിയുന്ന, പെട്ടെന്നല്ല, പ്രാഥമികമായിട്ടുള്ളൊരു അന്വേഷണത്തിൽ എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള ഒരു നിലവിൽ 3 വാർഡുകളാണല്ലോ ഈ ദുരന്തബാധിത മേഖല പ്രദേശങ്ങളായി തിരിച്ചിട്ടുള്ളത്. ഈ 3 വാർഡിനെ 10 ടീമുകൾ ചേർന്ന് പരിശോധിക്കുകയാണോ? അതെ, 10 ടീമുകൾ ചേർന്നിട്ട് ഉള്ള പരിശോധനയാണ്. ഞങ്ങൾ 40ഓളം പേര് വരും. അത് ഒരു 40ഓളം പേര് നിലവിലുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്ത വകുപ്പുകളിലെ ആൾക്കാർ ഒരുമിച്ച് സഹകരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേട്ടോ. ഇത്തരത്തിലാണ് ഇവിടുത്തെ സംവിധാനങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. വിവിധ വകുപ്പുകളിലെ പ്രദേശത്തുള്ള ആശാ വർക്കറെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ കണക്കെടുപ്പും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് തന്നെ ഇവർക്ക് വേണ്ട നഷ്ടപരിഹാരങ്ങളും ഉടൻ വിതരണം ചെയ്യും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റമീസ് മുഹമ്മദ്, കൈരളി ന്യൂസ്, വയനാട്.